നമ്മുടെ പ്രിയങ്കരനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. ഞെട്ടിപ്പോയോ നമ്മുടെ പ്രേക്ഷകരെ? പേടിക്കണ്ട, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടണമെത്രേ, അതൊരാഗ്രഹമാണ്. ഇത് കേൾക്കണം നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഈ നൊബേൽ സമ്മാനം ഡൊണാൾഡ് ട്രംപിന് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ അദ്ദേഹത്തിന് ബന്ധപ്പെടണം. അതിനുള്ള ശ്രമങ്ങൾ നിങ്ങളിപ്പോൾ ആരംഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾക്ക് അടിച്ചെടുക്കാം. അല്ല, ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അയാൾക്കൊരു കഥ ഓർമ്മ വരുന്നു അത്രേ. നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, പ്രാഞ്ചിയേട്ടൻ ദിസൈൻ എന്നും പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അതിൽ നമ്മുടെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട് പ്രാഞ്ചിയേട്ടൻ. ഭയങ്കര തൃശ്ശൂർക്കാരനാണ്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ഭയങ്കരമായ കഠിനാധ്വാനായിരുന്നു. ബിസിനസ് കൂടെ ഒരുപാട് പണം ഉണ്ടാക്കി. പക്ഷേ പണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രാഞ്ചിയേട്ടനൊരു മോഹം, ഈ സമൂഹത്തിൽ വേണ്ടത്ര സ്ഥാനമില്ലേ, തന്നെ അത്ര വില മതിക്കണില്ലേ എന്നൊരു തോന്നലുണ്ടായപ്പോൾ ഒരു തോന്നലാണ്, എങ്ങനെയെങ്കിലും ഒരു പത്മശ്രീ അവാർഡ് നേടിയെടുത്താൽ അപ്പോൾ ഒരു സമൂഹത്തിൽ സ്ഥാനം കിട്ടും, സ്വീകരണം കിട്ടും, ജനം അംഗീകരിക്കുന്നു. അത്തരത്തിലുള്ള പ്രമേയമുള്ള കഥയാണ് നമ്മുടെ പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയിലൂടെ ആ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. ആ കഥാപാത്രത്തെ ഈ സുഹൃത്തിന് ഓർമ്മ വന്നു എന്നാണ് പറയണത്. നിങ്ങൾക്ക് അങ്ങനെ വല്ല താരതമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. ആ രസികൻ അങ്ങനെ ചിന്തിക്കുന്നതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് നമുക്ക് പറയാം. അതിനു മുമ്പ് സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെമ്പാടുമുള്ള ഇത്തരം പുതിയ വാർത്തകളുമായി സ്പേസ് മലയാളം നിങ്ങളോടൊപ്പം ഒരു 10 മിനിറ്റിനകത്ത് അതിപ്രധാനമായ ഇത്തരം വാർത്തകൾ സ്പേസ് മലയാളം നിങ്ങളുടെ മുന്നിലെത്തിക്കും. അതിനായിട്ട് ഇപ്പം തന്നെ ഈ സ്പേസ് മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സബ്സ്ക്രൈബ് ചെയ്തോ? ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ട്രംപിൻ്റെ നോബൽ സമ്മാനം കിട്ടാനുള്ള അതിയായ ആഗ്രഹത്തെ പറ്റിയാണ്. അത് ദുരാഗ്രഹമാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങളുണ്ട്. അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് നോബൽ സമ്മാനം കിട്ടണമെന്ന് ലോകത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് ഇതുവരെ അങ്ങനെ പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടില്ല. ആ നൊബേൽ കമ്മിറ്റി തീരുമാനിക്കും ആരാണ് ലോക സമാധാനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന്. അതനുസരിച്ചിട്ടാണ് ആ നൊബേൽ സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ ഇതിന് മുമ്പ് ഏതെങ്കിലും പ്രസിഡന്റിന് കിട്ടിയിട്ടുണ്ടോ ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ട്. ജിമ്മി കാർട്ടറിന് 2002 ലോക സമാധാനത്തിനുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് നോബൽ സമ്മാനം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ 2025 10-23 വർഷം കഴിഞ്ഞു. ഇപ്പോഴത്തെ നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അങ്ങനെ ഒരു ആഗ്രഹം. ഇത് വെറുതെ പറയുന്നതല്ല, അദ്ദേഹം പറയുന്നതിന് കാരണമുണ്ട്. അദ്ദേഹം ലോകത്തിലെ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നാണ് പറയണത്. അതും 7 മാസത്തിൻ്റെ ഉള്ളിൽ. 7 യുദ്ധങ്ങൾ 7 മാസത്തിൻ്റെ ഉള്ളിൽ അവസാനിപ്പിച്ച് സമാധാനം കണ്ടെത്തിയ മഹാനായ വ്യക്തിയാണ് താനെന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. അദ്ദേഹം പറയുന്ന 7 യുദ്ധങ്ങൾ ഏതാണെന്ന് അറിയണ്ടേ? നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഞാനൊന്ന് വായിക്കാം. കംബോഡിയയും തായ്ലാൻഡും തമ്മിലുള്ള യുദ്ധം നിങ്ങൾ കേട്ടു കാണുമെന്ന് എനിക്കറിയില്ല. കൊസാംബോവും സെർബിയയും തമ്മിലുള്ള യുദ്ധം, കോങ്കോവും റാണ്ടായും തമ്മിലുള്ള യുദ്ധം, ഇന്ത്യയും പാകിസ്ഥാനും, അത് നമ്മളറിയും, കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായതല്ലേ. വലിയ യുദ്ധമൊന്നും അല്ല ആയിരുന്നു കേട്ടോ. ട്രംപ് പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിച്ചു എന്നുള്ളതൊക്കെ ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും നരേന്ദ്രമോദി നിഷേധിക്കുന്നുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം പുള്ളിയാണ് അവസാനിപ്പിച്ചത്. ഈജിപ്തും എത്തോപ്യയും തമ്മിലുള്ള യുദ്ധം ഉണ്ടായി, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതും അവസാനിപ്പിച്ചു. അർമേനിയയും അസർബൈജാനും അവർ രണ്ടുപേരും യുദ്ധത്തിലായിരുന്നു, അതും പുള്ളി അവസാനിപ്പിച്ചു. അങ്ങനെ 7 യുദ്ധങ്ങൾക്ക് 7 മാസം കൊണ്ട് പുള്ളി സമാധാനം കൊണ്ടുവന്നു എന്നാണ് അവകാശപ്പെടുന്നത്. പിന്നെയും പാകിസ്ഥാനൊക്കെ ഭയങ്കര സമാധാനത്തിലാണ് കഴിയുന്നത്. എന്തായാലും കുറേ രാജ്യങ്ങൾ ട്രംപിന് ഈ നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങളിലൊക്കെ കണ്ടൊരു കഥ ഉണ്ട്. ഇസ്രായേലി പ്രസിഡന്റ് ബെഞ്ചമിൻ നെത്യാഹു അമേരിക്ക സന്ദർശിച്ചപ്പോൾ നൊബേൽ കമ്മിറ്റിക്ക് അദ്ദേഹം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് റെക്കമെൻഡ് ചെയ്തതിൻ്റെ ഒരു ലെറ്റർ കൊടുത്തതിൻ്റെ ഒരു കോപ്പി ഡൊണാൾഡ് ട്രംപിന് കൊടുത്തു. ട്രംപ് താങ്ക് യു, അങ്ങനെയോ, വളരെ ഹാപ്പി. അപ്പോൾ എൻ്റെ ഡിയർ ഫ്രണ്ട്, ലോകത്തിലുള്ള പല രാജ്യങ്ങളും നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഈ നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്നൊന്നും അറിയണ്ടേ?
ആദ്യം തന്നെ നമ്മുടെ പാകിസ്ഥാനാണ്. രണ്ടാമത് യുദ്ധം അവസാനിപ്പിച്ച രാജ്യങ്ങളാണ് അർമേനിയയും അസർബൈജാനും. മനസ്സിലായി? അപ്പം 3 രാജ്യങ്ങളായി. പിന്നെ ഇപ്പം അവസാനമായിട്ട് ഇസ്രായേലും അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്ത ഒരു രാജ്യമാണ്. എന്നാൽ ഫ്രഞ്ച് പ്രസിഡന്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ റെക്കമെൻഡ് ചെയ്യാം, ഫ്രഞ്ച് എന്ന രാജ്യം നിങ്ങളുടെ പേര് നൊബേൽ പ്രൈസിന് റെക്കമെൻഡ് ചെയ്യാം. പക്ഷെ അതിനൊരു കണ്ടീഷൻ പറഞ്ഞു, ഇസ്രായേലും പലസ്തീനുമായിട്ടുള്ള യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് അവിടെ സമാധാനം കൊണ്ടുവന്ന് ഗാസ സിറ്റിയിലുള്ള വലിയ ആക്രമണം ഉണ്ടല്ലോ, പിഞ്ചു കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്നും മരിക്കുകയാണ്, ഭക്ഷണത്തിന് വേണ്ടി കെഞ്ചി നടക്കുന്ന ദയനീയ കാഴ്ച ലോകം മുഴുവൻ കണ്ട് കണ്ണീരൊലിപ്പിക്കുന്നുണ്ട്. ആ ഒരു യുദ്ധം നിങ്ങൾക്ക് അവിടെ അവസാനിപ്പിച്ച് സമാധാനം കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പേര് സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് റെക്കമെൻഡ് ചെയ്യാമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ അടുത്ത ദിവസമാണ് പറഞ്ഞത്. അതൊരു കാര്യമാണ് കേട്ടോ. അതൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയ US പ്രസിഡന്റിന് എന്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നോബൽ പ്രൈസ് അല്ല, അതിലും വലിയ വല്ല പ്രൈസ് ഉണ്ടെങ്കിൽ കൊടുത്താലും തെറ്റില്ല. കാരണം സത്യത്തിൽ വലിയ സങ്കടകരമായ ഒരവസ്ഥയാണത്. ആ ഗാസ സിറ്റിയിൽ ദിവസം പുറത്തു വരുന്ന വാർത്തകൾ, സങ്കട വാർത്തകൾ നമുക്ക് എത്ര തലമുറയ്ക്ക് ഒരു ലോകമഹായുദ്ധത്തിൽ ഉണ്ടാകുന്ന അനിഷ്ടങ്ങളെക്കാൾ വലിയ ദുരന്തമാണ് ആ ഭൂമിയിൽ നടക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ, സ്ത്രീകളിലേക്ക് കാഴ്ചകൾ കണ്ടാൽ ഭക്ഷണത്തിന് കേണപേക്ഷിക്കുന്നത്, ഓടി നടക്കുന്നത്, തമ്മിൽ തല്ലുന്നത്, ഭക്ഷണത്തിന് വേണ്ടി പരസ്പരം അടികൂടുന്നത്, കലഹിക്കുന്നത്, ഭക്ഷണം തട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചകൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സ് വല്ലാതെ ചഞ്ചലപ്പെട്ടു പോകും. ഈ ഒരു പ്രദേശത്ത് സമാധാനം കൊണ്ടുവന്നാൽ മറ്റെല്ലാ യുദ്ധങ്ങളും നമുക്ക് വിടാം, ബാക്കി എല്ലാ സ്ഥലത്തെയും വിടാം. അതൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ തന്നെ നമുക്ക് അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഈ ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് അത് അവസാനിപ്പിച്ച് എന്നേക്കുമായി അവസാനിപ്പിച്ചുകൊണ്ട് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള അബദ്ധവൈര്യം തീർത്ത് അവിടെ സമാധാനം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കണമെന്ന് തന്നെയാണ് നമുക്കും അഭിപ്രായം. നിങ്ങൾക്കെന്ത് തോന്നുന്നു? അത്തരത്തിൽ ഒരു നീക്കം നടന്നാൽ, പക്ഷെ അത് സാധിക്കുമെന്നറിയില്ല. മറ്റൊരു രസികൻ കഥയുണ്ട്. നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ ഈ ആൽത്തറ സമ്മേളനം നടക്കണ പോലെ ഞങ്ങളുടെ നാട്ടിൽ ഈ വൈകുന്നേരങ്ങളിൽ കുറച്ച് വയസ്സായ സുഹൃത്തുക്കൾ ഒക്കെ റിട്ടയർഡ് ലൈഫുള്ളവരാണ്. അവരെന്നും കൂടുകോടെ അവർ പഴയ തലമുറയിൽപ്പെട്ടാണ് ലോകത്തിലെ സകല കാര്യങ്ങളോടെ ചർച്ച ചെയ്യും. ആദ്യം യുദ്ധം ഉണ്ടാക്കുക, പിന്നെ ആയുധം കച്ചവടം ചെയ്യുക, എന്നിട്ട് അമേരിക്ക തന്നെ ഇടപെട്ടിട്ട് അവിടെ സമാധാനം കൊണ്ടുവരിക. അപ്പോൾ രണ്ടുണ്ട് കാര്യം. ആയുധ കച്ചവടം നടക്കും, സമാധാനം കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങി അപ്പോൾ 7 യുദ്ധങ്ങളുണ്ടായി, 7 സമാധാനം കൊണ്ടുവന്നു. അങ്ങനെ നൊബേൽ സമ്മാനം കിട്ടുക എന്നുള്ള ഒരു വെട്ടിക്ക് 2 പക്ഷി എന്ന ലക്ഷ്യമാണോ ഈ വിദ്വാൻ്റേത് എന്ന് ഈ രസികന്മാർ, ഈ വയസ്സൻ ക്ലബ്ബ് ആൾത്തറയിലിരുന്ന് തട്ടിവിടുന്നത് കേട്ടു എന്നാണ് ഒരു സുഹൃത്ത് നമ്മളോട് പറയുന്നത്. എന്തായാലും ഡൊണാൾഡ് ട്രംപിന് ഈ നൊബേൽ സമ്മാനം കിട്ടട്ടെ, ഗാസയിൽ സമാധാനം പുലരട്ടെ എന്ന് മാത്രമാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞ ആ അഭിപ്രായത്തിനോട് 100% നമുക്ക് യോജിക്കേണ്ടി വരും. ഇപ്പം ലോകത്ത് ഏറ്റവും വലിയ ദുരന്ത വാർത്ത അത് മാത്രമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. താങ്ക് യു.